ഇന്ന സാഹചര്യങ്ങൾ കൊണ്ട് ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടണമെന്ന്. അതിന് പ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് അക്യൂസ്? ഈ ഗിരീഷ്മയുടെ കേസിൽ ഈ ബഹുമാന്യനായ ജഡ്ജി അത് ചെയ്തിട്ടില്ല. സാഹചര്യ തെളിവുകളുള്ള കേസിൽ യാതൊരു കാരണവശാലും ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല. ഗ്രീഷ്മ അനുഭവിച്ച അതേ അനുഭവമാണ് മരിച്ച ആൾ അനുഭവിച്ചത് എന്ന്. അപ്പോൾ അങ്ങനെ കുറ്റവാളിയാണ് എന്ന് കണ്ടതിന് ശേഷം സാധാരണഗതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഒരു വിധിന്യായമുണ്ട്. ആ വിധിന്യായത്തിൽ പറയുന്നത് ഒരാൾ കുറ്റവാളിയാണ് എന്ന് കണ്ടതിന് ശേഷം അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷയെക്കുറിച്ച് ഒരു വാദം നടക്കും. ആ ശിക്ഷയുടെ വാദം പ്രോസിക്യൂഷൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടാനായിട്ട് വാദിക്കും. ഡിഫൻസ് അത് കുറഞ്ഞ ശിക്ഷ കിട്ടാനായിട്ട് വാദിക്കും. അങ്ങനെ വാദിക്കുമ്പോൾ 1986 ജസ്റ്റിസ് കൃഷ്ണ അയ്യർ നമുക്ക് മുന്നിൽ വെച്ച ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് പ്രോസിക്യൂഷൻ കോടതിയിലെ വാട്ട് ആർ ദ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ടു പണിഷ് എൻ അക്യൂസ്. അത് തന്നെയാണ് അതേ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് ദ ഡിഫൻസ് ഹാസ് ടു പ്രൊഡ്യൂസ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ്. ഇന്ന സാഹചര്യങ്ങൾ കൊണ്ട് ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടണമെന്ന്. അതിന് പ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പശ്ചാത്തലം, ഈ പറയുന്ന ലേഡിയുടെ പശ്ചാത്തലം, അവർക്കെതിരെയുള്ള പഴയ കേസുകൾ, അങ്ങനെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ഒരു ലേഡിക്ക് പരിവർത്തനത്തിന് സാധ്യതയുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഈ കേസിലെ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് നോക്കുക. ഒരു പക്ഷേ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് കൂടുതൽ ഊന്നി നിൽക്കുമ്പോൾ മാക്സിമം ശിക്ഷ കൊടുക്കും. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് കൂടുതൽ ഊന്നി നിൽക്കുമ്പോൾ ശിക്ഷ ഏറ്റവും കുറഞ്ഞ ശിക്ഷയായിട്ടുള്ള ജീവപര്യന്തം. നിലവിൽ ഗ്രീഷ്മ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ പ്രായം കുറവാണ് എന്ന രീതിക്ക് വധശിക്ഷ മാറാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞാൻ വീണ്ടും വരുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾക്കറിയാം, ആലുവയിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയും ആ പറയുന്ന വ്യക്തിക്ക് ഏറ്റവും വലിയ ശിക്ഷയായ വധശിക്ഷ ലഭിച്ചു. ഈ വധശിക്ഷ കൊടുക്കുന്നതിന് മുൻപ് അന്നത്തെ ജഡ്ജിയായിരുന്ന എറണാകുളം ജഡ്ജി ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. വാട്ട് ആർ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് അക്യൂസ്? ഈ ഗിരീഷ്മയുടെ കേസിലെ ഈ ബഹുമാന്യനായ ജഡ്ജി അത് ചെയ്തിട്ടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഹൈക്കോടതി ഈ മാറ്റർ വീണ്ടും കീഴ്ക്കോടതിയിലെ ഈ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അന്ന് തന്നെ വിധി അന്ന് തന്നെ വിധി വരുമായിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് ആവശ്യപ്പെടണമായിരുന്നു. കാരണം ജിഷ മർഡർ കേസിലും ഈ വിധി വരുന്നതിനേക്കാൾ മുമ്പ് ഒരു ഓഫീസറെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന പ്രതിയുടെ സാഹചര്യങ്ങൾ അന്വേഷിച്ച് അതിൽ യാതൊരു സാഹചര്യവും പ്രതിക്ക് ശിക്ഷ ഇളവ് ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡെത്ത് പെനാൽറ്റി കൺഫേം ചെയ്തത്. ഈ ജഡ്ജി സോമൻ എന്ന് പറയുന്ന എറണാകുളത്തെ ജഡ്ജ് ഈ ആലുവ കൊലക്കേസിലെ ഈ പറയുന്ന അന്വേഷണം നടത്തി ആ റിപ്പോർട്ടിൽ ഇവന് യാതൊരു മാനസാന്തരവും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഡെത്ത് പെനാൽറ്റി കൊടുത്തത്. പക്ഷേ ഗ്രീഷ്മയുടെ കേസിൽ അത് ഉണ്ടായിട്ടില്ല. അത് ഒരു തെറ്റായ നടപടിയാണ്. 1. 2, സാഹചര്യ തെളിവുകളുള്ള കേസിൽ യാതൊരു കാരണവശാലും ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ഡെത്ത് പെനാൽറ്റി അക്കോർഡിംഗ് ടു മീ ഈസ് എ റോങ് മെസ്സേജ് ടു ദ പബ്ലിക്. ഇനി അതിന് ഞാൻ പറയാം, കൽക്കട്ടയിലെ ഇന്നലെ തന്നെ ഒരു വിധി വന്നു. ആ വിധി വന്നത് ഇത്രയും ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു കുട്ടിയെ, അതും അവരുടെ ഒപ്പം ജോലി ചെയ്യുന്ന കുട്ടിയെ കൊന്ന് കൊല വിളിച്ച കേസിലാണ് വെറും ജീവപര്യന്തം ഡെത്ത് കൊടുത്തത്. നോക്കൂ, ഇതൊക്കെ റയർ ആൻഡ് റയറസ്റ്റ് കണക്കാക്കുന്നതിൽ ഇന്ന് പല കോടതികൾക്കും, ഇന്ത്യയിലെ പല കോടതികൾക്കും അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അത് റയർ കേസിൽ പെടുമോ എന്ന് ഉൾപ്പെടുത്തുന്നതിലെ മാനദണ്ഡങ്ങൾ നോക്കാതെയാണ് ഉൾപ്പെടുത്തുന്നത്. ഇവിടെ ഞാൻ പറയുന്നു, ഈ കേസിലും ഗ്രീഷ്മ അനുഭവിച്ച അതേ അനുഭവമാണ് മരിച്ച ആൾ അനുഭവിച്ചത് എന്ന്.
അതുപോലെ തന്നെ മരിച്ച ആൾ അനുഭവിച്ചതിന് ദുഃഖത്തിലേക്ക് നിങ്ങൾക്ക് പങ്കുചേരാൻ സാധിക്കില്ല. നോക്കൂ, എ ജഡ്ജ് മസ്റ്റ് ബി എ പേഴ്സൺ ഓൺ ലീഗൽ റെക്കോർഡ്സ്. ജഡ്ജ് മസ്റ്റ് ബി എ പേഴ്സൺ ഓൺ എവിഡൻസ് ഓൺ റെക്കോർഡ്. വികാരങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിലെ ഒരു വിധി പ്രഖ്യാപനം നടത്തുകയും ആ വികാരങ്ങൾ പ്രോസിക്യൂഷൻ എടുത്തു കാണിക്കുകയും ആ വികാരങ്ങൾ ഘടകവിരുദ്ധമായിട്ട് ഡിഫൻസ് വരികയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വികാരാധീനമായിട്ടുള്ള ജഡ്ജ്മെൻറ്റുകൾ വരാൻ പാടില്ല എന്നുള്ള അഭിഭാഷകനാണ്.